ടേസ്റ്റി ഫുഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇവിടെ ഒരു 1/2 കിലോ ചിക്കൻ കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 പച്ചമുളക്, അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 2-3 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, 2 ഗ്രാമ്പു, 2 പട്ട, 2 ഏലക്ക. ഇനി ആവശ്യത്തിന് ഉപ്പുപൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളമൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 2 വിസിൽ വന്നിട്ടുണ്ട്. നമുക്കത് വെന്തോന്ന് നോക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കണം. ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ അതിലേക്ക് 2 മീഡിയം സവാള നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ മസാലയൊക്കെ ചിക്കനിലേക്കൊന്ന് പിടിച്ച് വരണം. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് അതിലേക്ക് ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങയും ഒരു 10 കാഷ്യൂ വെള്ളത്തിൽ കുതിർത്തതും ഒരു 1/2 സ്പൂൺ വലിയ ജീരകവും കൂടി മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ്. അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി, തിളയ്ക്കണ്ട. തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതൊന്ന് ഓഫാക്കി കൊടുക്കാം. ഗ്രേവി തിക്കാന്ന് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.